ഹലോ, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കൊരു ഗുരുവായൂർ കല്യാണം കണ്ടാലോ. ഇത് കുറച്ച് ദിവസമായി ഞാൻ തിരക്കായതുകൊണ്ട് എനിക്കിടാൻ പറ്റിയില്ല. കല്യാണം കഴിച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായി. അപ്പം നമ്മളിതാ ചെറുക്കൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഇവിടുന്ന് അരിനൊരുക്കലും കഴിഞ്ഞിട്ട് നേരെ ഗുരുവായൂരേക്ക് പോവാണ്. നാളെയാണ് കല്യാണം. ഇത് തലേ ദിവസമാണ്, പിറ്റേ ദിവസമാണ് കല്യാണം. അപ്പോൾ ഗുരുവായൂർ കാണാം. നമ്മളിതാ ഗുരുവായൂരിലെത്താനായി ലേറ്റായി. ഒരു 10 o'clock അങ്ങനെ ആയി നമ്മൾ ഗുരുവായൂരെത്താൻ. അപ്പോൾ ഇതാ നമ്മൾ ഗുരുവായൂരെത്തി. ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കുണ്ട്. അയ്യപ്പ ഭക്തന്മാരും എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം ഗുരുവായൂർ എത്തിയിട്ട് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ലേറ്റ് ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറി. അങ്ങനെ അവിടെ നിന്ന് കോഫിയും അവിടെ പഴംപൊരി ഉണ്ടായത്, ആ പഴംപൊരിയും കഴിച്ചു. പിന്നെ വേഗം തന്നെ പോയി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. നമ്മളിതാ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്. ചെറുക്കനിതാ ഫുൾ സെറ്റായിട്ടുണ്ട്. പെണ്ണിതാ ഒഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെണ്ണിനെ നോക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് നേരെ മണ്ഡപത്തിലേക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കണ്ടിട്ടുണ്ട്. പക്ഷേ കല്യാണം കൂടുന്നത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഇതാ നമ്മൾ ഒരു 8 പേർക്കാരും കയറാൻ തോന്നും. അപ്പം എൻ്റെ ഒരു ഓർമ്മയാണ്. അപ്പം നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. കയറി ഇതാ അങ്ങനെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കല്യാണം കഴിഞ്ഞു.
അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് രജിസ്റ്റർ ചെയ്ത്. അങ്ങനെ രജിസ്റ്ററും കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.